കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഓരോ ദൈവമക്കളെയും അറിയിക്കുകയാണ്. കർത്താവ് ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന വഴികൾക്കായിട്ട് കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവിന്റെ കൂടെ സമയം ചെലവിടുന്നത് ദിസ് ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് ടൈം ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമാണ്. പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആവർത്തിച്ച് പറയുകയാണ്. നമ്മുടെ മഴയത്ത് നിൽക്കുമ്പോൾ എല്ലാവരും നനയുന്നത് പോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം കർത്താവിന്റെ അഭിഷേകവും നിറവും നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വീണുകൊണ്ടിരിക്കും. പലപ്പോഴും ഈ ആൾക്കാർ പറയുന്നത് പ്രത്യേകിച്ച് ഞാനൊന്നും അനുഭവിച്ചില്ല, അല്ലേ? അങ്ങനെ ഉള്ള വാക്കുകൾ കേട്ടു. പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല. പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നണമെന്നില്ല. നമ്മളൊരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ വലിപ്പം നമുക്ക് പിടികിട്ടുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം, ഒരിക്കലും താന്നു പോകത്തില്ല. കർത്താവിനെ വിശ്വസിച്ച് കർത്താവിന്റെ കൂടെ ഇറങ്ങി തിരിച്ച ഒരു ദൈവ പൈതലും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടെ ഉണ്ടെന്നാണ്. ഒരിക്കലും കൈവിടത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരിക്കലും കൈവിടത്തില്ല. ആ നല്ല ഉറപ്പും തൻ്റെ ഇടവും ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. ഈ ജോഷുവയോട് പറയുന്നത് പോലെ, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. അനേകർക്ക് നഷ്ടപ്പെടുന്നത് ഈ ഉറപ്പും ധൈര്യവുമാണ്. ഈ പ്രതികൂലത്തിന്റെ കാറ്റടിക്കുമ്പോൾ, വെൻ സ്റ്റോംസ് കം, പ്രതികൂലമായ കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം അയ്യോ എന്നായിത്തീരും, ചില ആകുലം, ഒന്നും ഭയപ്പെടേണ്ട, ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ഹി വിൽ ബി ഡെഫിനറ്റ്ലി ദർ ഫോർ യു, കൂടെ തന്നെ കാണും. ആ ധൈര്യവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. കർത്താവിന്റെ കരം നമ്മുടെ കൂടെ ഇരുന്നു. കർത്താവ് നമ്മളെ നടത്തിയതല്ലാതെ നമുക്ക് മറ്റൊന്നും പറവാനില്ല. നമ്മള് ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ, രോഗങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ കർത്താവ് പറഞ്ഞ വാക്ക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഒറ്റപ്പെടുന്ന സമയങ്ങൾ വരും, തള്ളിക്കളയുന്ന സമയങ്ങൾ വരും. എല്ലാ സമയത്തും കർത്താവിന്റെ ആ വാക്കാ നമ്മൾ ഓർക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഒരു നാളും കൈവിടത്തില്ലെന്നുള്ള ആ വചനം, ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ വചനം നമ്മളെ ധൈര്യപ്പെടുത്തുകയും നമ്മളെ ബലപ്പെടുത്തുകയും, യോശുവയോട് പറഞ്ഞ പോലെ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, നിന്നെ ഞാൻ മോശയ്ക്ക് പകരമായി തെരഞ്ഞെടുത്തിരിക്കുക. മോശയോടുകൂടെ ഇരുന്ന് നടത്തിയതുപോലെ താൻ കണ്ടു. മോശയോടുകൂടെ ദൈവ സാന്നിധ്യം നടക്കുന്നത് യോശുവ കണ്ടു. ആ കർത്താവ് സംസാരിക്കുന്നത്, അത്രയും ഇസ്രായേൽ ജനത്തിനെ നടത്തുന്നത്, ഓരോ ദിവസവും കൂടെ ഇരിക്കുന്നതൊക്കെ താൻ സ്വന്തം ജീവിതത്തിൽ മധ്യത്തിലൊക്കെ നടത്തുന്നത് എല്ലാം പ്രതികൂലമായിരുന്നു. എല്ലാരും വെല്ലുവിളിച്ച് നിന്ന സമയത്ത് പെറുപുറത്ത് എല്ലാം നിന്ന് താൻ കാണുമായിരുന്നു, കൂടെ നടന്ന് തന്നെ കാണിക്കുകയായിരുന്നു. നമ്മുടെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെയാ, ചില പ്രതിസന്ധിയിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ധൈര്യവും ഉറപ്പും തരുന്ന വചനമാ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഒരിക്കലും വാക്ക് മാറത്തില്ല. നമ്മളാ പലപ്പോഴും വാക്ക് മാറുകയും പറഞ്ഞ സംശയവും പേടി, ഭയവും എല്ലാം നമ്മുടെ ഉള്ളിൽ വരുന്ന അതാ. അങ്ങനെയാ, നമ്മുടെ ഉള്ളിലാ ഇതെല്ലാം. പക്ഷെ കർത്താവ് വാക്ക് പറഞ്ഞ് നമ്മുടെ കൂടെ ഇരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 10-19 വാക്യത്തിൽ പറയുന്നത് പോലെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. എല്ലാം നിങ്ങളുടെ കാലിന്റെ കീഴെയാണ്. അധികാരം നമ്മളൊന്ന് ഉപയോഗിച്ചാൽ മതി. ആ കർത്താവിന്റെ കൂടെ നടന്ന് ആ കർത്താവ് പറഞ്ഞ പോലെ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മേൽ ചവിട്ടി മെതിച്ച് എന്നിട്ട് പറയാ, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം ചെയ്യത്തില്ല, ഒന്നും ഒരിക്കലും എപ്പോഴും പറയണം, ഒന്നും ഒരിക്കലും എനിക്ക് ദോഷം ചെയ്യത്തില്ല. ചിലരൊക്കെ ചിലതൊക്കെ അവര് ചെയ്തു, ഇവര് ചെയ്തു, ചില കുടുംബങ്ങളിലൊക്കെ അതും ഇതും എല്ലാം പറഞ്ഞ് അവരെ എല്ലാം തമ്മിൽ ഭിന്നിപ്പിച്ച് അവര് ചെയ്യുന്നോണ്ടാ ഇവര് ചെയ്യുന്നോണ്ടാ പല വാക്കുകളും നിങ്ങളുടെ ഇന്ന ആൾക്കാര് നിങ്ങൾക്കിട്ട് ചെയ്യുകയാണ്. ചില ദൈവദാസന്മാര് തന്നെ പറയുകയാണ്. അത് എന്നാ വാസ്തവത്തിൽ സംഭവിക്കുന്ന, അവര് വരുമായിട്ട് ഒരു ഭിന്നതയില്ലാഞ്ഞ രണ്ട് വീടുകളുമായിട്ട്
ഭിന്നത ഉണ്ടാക്കും. ഭിന്നതയുണ്ടാക്കും. ഇതിന്റെ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദ ഇൻവിസിബിൾ എനിമി ദറ്റ് ഇസ് സൈറ്റൻ. ഇവരും ഒന്നുമല്ല. ചിലപ്പോൾ ഇവരിലൂടെ ഒക്കെ ഈ സാത്താൻ പ്രവർത്തിക്കും. പക്ഷേ എനിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും പിശാചിന്റെ സകല സൈന്യങ്ങളോടുമാണ് എനിക്ക് പോരാട്ടമുള്ളത്. എന്റെ സഹോദരൻ, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്, അല്ലെങ്കിൽ എന്റെ ബിസിനസ് പാർട്ട്ണർ, എന്റെ അമ്മ, എന്റെ അപ്പൻ, അവരൊന്നും അല്ല എനിക്ക് അവരോടൊന്നും അല്ല പോരാട്ടവും. എനിക്ക് ശത്രുത്വമുള്ളത് പിശാചിന്റെ പ്രവർത്തികളോടാണ്. അത് ഷീന ഇത് പറയുമ്പോൾ എനിക്കറിയാം. ഇന്നലെ ചില ഫോൺ കോളൊക്കെ വന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷീന അത് പറയുന്നത് എനിക്ക് മനസ്സിലായി. അതെ, എനിക്ക് കേട്ടപ്പോൾ വിഷമം തോന്നി, ഭാരം തോന്നി, ദുഃഖം തോന്നി. ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ ഹൃദയത്തോട് ഇടപെടണമേ, വ്യക്തികളോട് ഇടപെടണമേ, ദൈവദാസന്മാരോട് ഇടപെടണമേ. വെറുതെ ഒന്നും പ്രവചിക്കുകയോ വെറുതെ ഒന്നും പറയുകയോ ചെയ്യരുത്, അകറ്റരുത്. എന്തെങ്കിലും കണ്ടാൽ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അവര് ചെയ്യുന്നതെന്ന് പറയണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാറാത്തതായിട്ടൊന്നുമില്ല. നമ്മുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാ പ്രവചനവും ദൂതുകളും ഒക്കെ നമ്മുടെ ആത്മീയമായി നമ്മളെ വർദ്ധിപ്പിക്കുകയും കർത്താവിനോട് കൂടുതൽ അടുക്കുകയും ഒക്കെ ചെയ്യാനുള്ളതാ പ്രവചനവും ഒക്കെ. പക്ഷെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് അകറ്റി അവരോട് ഹൃദയത്തിൽ ഭാരം വെച്ച് ഇരുന്ന പിശാച് പിന്നെയും കൂടുതൽ പ്രവചനം എന്നെ വലുതാക്കുന്ന, എന്റെ വിശ്വാസത്തെ ആത്മീയമായി എന്നെ ഉണർത്തുന്നത് ആ പ്രവചനത്തെ തുച്ഛീകരിക്കരുതെന്ന് ദൈവവചനം പറയില്ല, പറ്റത്തില്ല. പക്ഷെ വേണ്ടാത്ത ഒന്നും പ്രവചിച്ച് നമ്മള് എന്തെങ്കിലും ഒരു, ഞങ്ങളെ അങ്ങനെയാ തങ്കുബ്രാർ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും വേണ്ടാത്ത കണ്ടാൽ പോലും പ്രാർത്ഥിക്കാൻ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. അവരോട് പറയരുത് അവർക്കൊരു ദോഷം സംഭവിക്കുമെന്നോ. ചിലപ്പോൾ നമ്മളെ ചില കാര്യങ്ങളൊക്കെ കാണിച്ചേക്കാം, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചാൽ നീങ്ങിപ്പോകാത്തതായിട്ട് ഒന്നുമില്ല. ഇവിടെ പറഞ്ഞു പണ്ടൊരു ദൈവാസൻ, ഞാനൊരു ദൈവാസനെ കുറച്ച് കണ്ട് പറയുകയല്ല കേട്ടോ. ഞാൻ പണ്ടൊരു ദൈവാസൻ ഷീനായോട് പ്രവചിച്ചു. ഷീനായോട് പറഞ്ഞു, നിനക്ക് ഇപ്പോഴും അല്ല, വെരി ഏർലി 2000 വന്ന ആദ്യ കാലങ്ങളിലാണ്. 1999 നവംബർ മാസത്തിൽ ഞങ്ങൾ മീറ്റിങ്ങിന് കടന്നു വരുന്നത്. നവംബർ ഡിസംബർ ഒക്കെ ആയപ്പോൾ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ 2000 ജൂണിലാ സ്നാനപ്പെടുന്നത്. മെയ് മാസത്തിലാ സ്നാനപ്പെടുന്നത്. ജൂണിൽ കോഴഞ്ചേരി വന്നു. അത് കഴിഞ്ഞ് കുറെ അപ്പം ഭയങ്കര കർത്താവിനോട് ഭയങ്കര സന്തോഷമാ. പക്ഷെ അന്ന് മുതൽ തങ്കുബ്രാറും തോമസ് ബ്രാറും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊന്നും പറ്റത്തില്ല, എല്ലാം കാലിന്റെ കീഴില്ല, പാമ്പുകളെയും തേളുകളെയും കുറച്ച് വചനങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഇതൊക്കെ അറിയാവുള്ളൂ. ഇതൊക്കെ അറിയത്തുള്ളൂ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെ എന്നിട്ട് ചവിട്ടാൻ പറയും, ചവിട്ടും. ഒന്നും നിങ്ങൾക്ക് ഒരു ഹാനിയും വരുത്തത്തില്ല. ഒന്നും ഇനിയും പോയതൊന്നും നിങ്ങളെ തൊടത്തില്ല. അങ്ങനെ ഞങ്ങളെ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന. അങ്ങനെ ഇരിക്കുമ്പോ കോഴഞ്ചേരി വന്നു വേറൊരു മീറ്റിങ്ങിന്. അവിടെ ഒരു ദേവദാസൻ വരുന്നുണ്ടായിരുന്നു. ആ പാസ്റ്റർ ചർച്ചില് ഞങ്ങളെല്ലാരും സ്വർഗീയ വരുന്നുള്ള എല്ലാരും ഓടിപ്പോയി വചനം കേൾക്കാനായിട്ട്. നമ്മൾ ദാഹത്തോടെ ഓടിപ്പോയി. ഭയങ്കര ദാഹമാ. അപ്പോഴത്തേക്ക് അവിടെ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഇങ്ങനെ റീച്ചന്റെ സാക്ഷിയൊക്കെ അറിയാം പാസ്റ്ററിന്, എന്റെ സാക്ഷി. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ആ പാസ്റ്റർ പറയുക, നിനക്ക് 30 ദിവസത്തിനകം നീ കടന്നുപോയ ആ രോഗം വീണ്ടും വന്ന് നീ കിടപ്പിലാവും, നീ മരിച്ചു പോകുമെന്ന് എന്നോട് പറയും. ഞാൻ ഉടനെ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങള് വചനത്തിൽ പറയുന്ന ഇനി ഒന്നും ഒരു ഹാനിയും വരുത്തത്തില്ല, എന്നെ ഇനി ആ പോയ രോഗം തൊടത്തില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു. യേശു സൗഖ്യമാക്കിയാണ് പിന്നെ ഇതൊന്നും തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങളെ അങ്ങനെയാ തങ്കുബ്രാർ പഠിപ്പിച്ച. അങ്ങനെ പറയുവാണെങ്കിൽ വല്ലവരും പറയുവാണെങ്കിൽ തിരിച്ചു പറഞ്ഞു. അവര് ചെയ്യുന്നതാണെന്ന് പറയുന്ന അവർക്ക് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തോട്ടെ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും പറഞ്ഞേക്കണം. അതോടെ അത് തീരും. ഉടനെ നമ്മൾ അവരുമായിട്ട് എനിക്ക് അത് സംബന്ധമായിട്ട് ഒന്നും വന്നില്ല, ഒന്നും വന്നുമില്ല. ഒരു ആരോഗ്യത്തിന് യാതൊരു കുഴപ്പവും വന്നില്ല. കർത്താവ് പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ ബലത്തോടെ ഇന്നും നിങ്ങൾ ആരുടെയെങ്കിലും വാക്ക് കേട്ട് പേടിച്ചില്ല. അന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോ എനിക്കത് വന്നേ. പക്ഷെ ഭയപ്പെട്ടില്ല. വചനമാ. യേശു സൗഖ്യമാക്കിയെങ്കിൽ സൗഖ്യമാക്കിയത് തന്നെയാ. യേശുവിന് ശക്തിയുള്ള ആള് തന്നെയാ. പിന്നെ ഒരാളുടെ വാക്ക് കേട്ടും ഭയപ്പെടണ്ട.
ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട. ഒന്നും നിനക്ക് ഒരു നാളും ഒരു ഹാനിയും വരുത്തത്തില്ല. നിന്റെ ശരീരത്തിൽ ചില രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ കർത്താവിൽ സമർപ്പിച്ച്, കർത്താവിന് കീഴ്പ്പെട്ട്, കർത്താവിന്റെ വചനം അനുസരിച്ച്, കർത്താവിന്റെ സന്നിധിയിലൊന്ന് താണിരുന്നാൽ എല്ലാ രോഗങ്ങളും മാറും. അല്ലാതെ രോഗം വല്ലവരും ചെയ്തിട്ട് വന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് താണാൻ കർത്താവ് നമ്മളെ ഉയർത്തി മാനിക്കും. നമ്മൾ താന്നാൽ ആ വാക്യം ഒന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് എടുത്ത് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഞാൻ കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന അധികാരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പക്ഷെ ഞാൻ വായിച്ചല്ലോ, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്കും നിങ്ങൾക്കും അധികാരം കർത്താവ് തന്നിരിക്കുന്നു. ആ അധികാരം തന്നിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സർവൈവൽ, ഇറ്റ് ഇസ് ക്രഷിംഗ്. അവന്റെ പ്രവർത്തികളെ കാലിന്റെ കീഴിൽ മെതിച്ച് കളയുന്ന പുത്തുവരുത്തത്തിൽ പോകാനല്ല കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ടു ക്രഷ്. എങ്ങനെ എനിക്ക് ക്രഷ് ചെയ്യാൻ പറ്റും? അതാണ് ദൈവവചനം യാക്കോബ് 4:7 പറയുന്നത്, ദൈവത്തിന് കീഴടങ്ങുവീൻ. നോക്ക്, ദൈവത്തിന് കീഴടങ്ങുവീൻ. സാത്താന്റെ എന്നിട്ട് പറയാണ് പിശാചിന്റെ പ്രവർത്തികളോട് എതിർത്ത് നിൽപ്പീൻ. ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. നോക്ക്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, ദൈവത്തിന് കീഴടങ്ങുവീൻ എന്നല്ല പറഞ്ഞു. ആദ്യം ദൈവത്തിന് കീഴടങ്ങുവീൻ, 2 പിശാചിന്റെ പ്രവർത്തികളോട് എതിർത്ത് നിൽപ്പീൻ. സബ്മിറ്റിംഗ് ടു ഗോഡ്. എന്നാ സംഭവിക്കും? നമ്മുടെ ഈ ഇൻവിസിബിൾ വേൾഡിലോട്ട് നോക്കണം, കാണാത്ത മണ്ഡലത്തിലോട്ട് നോക്കണം. ഒരു വ്യക്തി ദൈവത്തിന് കീഴടങ്ങുമ്പം ഉണ്ടാകുന്ന കാര്യം, പിശാചിന്റെ പ്രവർത്തികൾ ജീവിതത്തിൽ നടക്കുമ്പം പിന്നെ യുദ്ധം ഞാനും ഈ പിശാചിന്റെ പ്രവൃത്തിയായിട്ടല്ല, യുദ്ധം പിശാചും ദൈവമായിട്ടാണ്. ഞാൻ ദൈവത്തിന് കീഴടങ്ങുമ്പം യുദ്ധം എന്റെ കയ്യിൽ നിന്ന് പോയി. ബാറ്റിൽ ഈസ് ഓഫ് ഗോഡ്സ്. യുദ്ധം ദൈവത്തിന്റെ ആയിട്ട് മാറും. യുദ്ധം പിശാചും ദൈവമായിട്ട്, ഞാനുമായിട്ട് യുദ്ധമില്ല. അപ്പം ഈ പലപ്പോഴും നമ്മൾ ദൈവവചനത്തിന്റെ മിത്തിന്റെ ആഴം അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനം, കർത്താവിന്റെ വചനത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്, അത് പറയുമ്പം, അത് വിശ്വസിക്കുമ്പോൾ, അത് ജീവിതത്തിലെ നോക്ക് ഒരു അടിസ്ഥാനമായിട്ട് മാറുമ്പം ഏത് അസാധാരണമായ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് വഴിമാറാൻ തുടങ്ങും. ഇഫ് യു റിയലി നോ ഗോഡ്, ശരിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ശരി, ഈ സബ്മിഷൻ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. യു ഹാവ് ടു സബ്മിറ്റ് ടു ഹിം ഡേ ബൈ ഡേ. ഓരോ ദിവസവും എന്റെ കർത്താവിന്റെ സന്നിധി, കർത്താവെ ഇന്നത്തെ ദിവസം ഞാൻ നിന്റെ കരങ്ങളിൽ തരികയാണ്, എന്നെ തന്നെ ഒന്ന് സമർപ്പിക്കുകയാണ്. കർത്താവെ, എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് ഇനി ഞാൻ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നോക്ക്, ഈ ബാറ്റിൽ അങ്ങോട്ട് മാറാൻ തുടങ്ങും, യുദ്ധം അങ്ങോട്ട് മാറാൻ തുടങ്ങും. പിന്നെ നീ ആയിട്ടല്ല, നീ ഓൾറെഡി എന്ത് ചെയ്തു? യു ഹാവ് സബ്മിറ്റഡ് ടു ഹിം. സോ യുദ്ധമുഖം മാറി. നോക്ക്, നമ്മളെ പറയുമല്ലേ, എന്നാ റഷ്യ ആരുമായിട്ട് യുക്രൈൻ, ഈ റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധമുണ്ടായി. യുദ്ധമുണ്ടായപ്പം നോക്കിക്കേ, യുദ്ധം യുക്രൈനുമായിട്ട് മാത്രമല്ല, നേറ്റോ കൺട്രീസ് എന്ത് ചെയ്തു? അവരെ അലൈസ് ആയതുകൊണ്ട് നേറ്റോ കൺട്രീസ് എന്ത് ചെയ്തു? ആ യുദ്ധം ഏറ്റെടുക്കാൻ തുടങ്ങി. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ പിശാച് ഞാനുമായിട്ടൊരു തോണ്ടൽ വരുമ്പം അത് ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങും? അത് ഏറ്റെടുക്കാൻ തുടങ്ങും. പക്ഷെ ആ ഒരു പ്രതിസന്ധി കാണുമ്പം എനിക്കും നിങ്ങൾക്കും അതിൻ്റെ അത് ധൈര്യം വരണമെങ്കിൽ ഇറ്റ് ഇസ് ദ ഫെലോഷിപ്പ്, ഇറ്റ് ഇസ് ദ സബ്മിഷൻ. ആ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയും സബ്മിഷൻ. നിങ്ങൾ ഒരു കാര്യം ഇത് പിടികിട്ടണമെങ്കിൽ ഒരു കാര്യം നോക്കിയാൽ മതി. മത്തായി സുവിശേഷം 4-ാം അധ്യായം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നോക്ക്, യേശു ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് സ്നാനപ്പെട്ട് കർത്താവ് മരുഭൂമിയിലേക്ക് പോവുകയാണ്. 40 രാവും 40 പകലും ആരുടെ കൂടെ ഇരിക്കുക? തന്റെ പിതാവിന്റെ കൂടെ സമയം ചെലവിടുക. 40 ദിവസം ആത്മാവിനാൽ നിറഞ്ഞു. പക്ഷെ തിരിച്ചു വരുന്നപ്പം he had to face some issues. പിശാച് തന്നെ പരീക്ഷിക്കുകയാണ്. ഈ പിശാച് പരീക്ഷിച്ചത് വിശന്ന് വന്നപ്പം, ഈ വിശക്കുമ്പോൾ ആർക്കാ വേണ്ടി? യേശുവിന് വിശന്നു, 40 ദിവസം ഉപവാസം ചെയ്തു. വിശത്ത് വരുമ്പോൾ നമുക്ക് ആഹാരം വേണ്ടി. ആദ്യത്തെ ഐഡിയ പിശാച് പറയും, നമ്മൾ ഏത് വിഷയത്തിൽ നമ്മൾ ട്രൈഡ് ആകുമോ അതേ വിഷയത്തിലായിരിക്കാം നമ്മൾ ടെസ്റ്റഡ് ആകുന്നത്.
പിശാച് ആദ്യമേ ചോദിക്കുക, നിനക്ക് വേണമെങ്കിൽ ഈ കല്ല് എന്ത് ചെയ്യാൻ പറ്റും? അപ്പമാക്കാൻ പറ്റും, അല്ലേ? നോക്ക, അവിടെ കർത്താവ് പിശാചിനെ എങ്ങനെയാ ജയിച്ചതെന്ന് നോക്കിക്കേ. നമ്മള് മത്തായി സുവിശേഷം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 4 വാക്കി വായിച്ച അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ നോക്കി, എഴുതിയിരിക്കുന്ന ദൈവവചനം നോക്ക്, സ്ക്രിപ്ചറാ കർത്താവ് പറഞ്ഞ്. താൻ എന്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നോ അതാണ് താൻ വിളിച്ചു പറഞ്ഞത്. അവിടെ സ്ക്രിപ്ചർ പറയുകയാണ്. അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 6-ാം വാക്യത്തിൽ, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാത്തവണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കോഴും എന്ന് എഴുതിയിരിക്കുന്ന ദൈവവചനം, എഴുതപ്പെട്ട ദൈവവചനം. ദൈവത്തിന്റെ വചനം ദൈവശാസ്യമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട് താൻ മരുഭൂമിയിൽ 40 ദിവസം അവിടെ ഇരുന്നപ്പോൾ താൻ ആത്മാവ് നിറഞ്ഞവനായിട്ട് അവിടെ ഇറങ്ങി വന്നത്. അപ്പം അതിന് 7-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം പറയാം. 10-ാം വാക്യം വീണ്ടും വായിച്ചോ. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് എഴുതിയിരിക്കുന്നു. ആ എഴുതിയിരിക്കുന്ന ദൈവവചനം നോക്ക്. യേശു തന്റെ ശുശ്രൂഷയിൽ താൻ ദേവാലയത്തിൽ വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിക്കുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. എഴുതിയിരിക്കുന്നത് താൻ വായിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഈ വചനത്തിന് നിവർത്തിയായി. നോക്ക്, എഴുതിയിരിക്കുന്നത്. അതിന് ആദ്യം ചെയ്യേണ്ട, യു ഹാവ് ടു സബ്മിറ്റ്. നമ്മള് ഈ യേശുന്ന് നമ്മൾ പറയാം, യേശുവിന്റെ നാമം ഉപയോഗിച്ചാൽ മതിയെന്ന് പറയും. യേശുവിന്റെ നാമം ഉപയോഗിക്കണമെങ്കിൽ യു ഹാവ് ടു സബ്മിറ്റ് ടു ഹിം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ സ്കേവായുടെ മക്കളെ കുറിച്ച് കാണുകയാണ്. 19-ാം അധ്യായം അതിന്റെ 13 മുതൽ വായിക്കാം. ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമം പൗലോസിന്റെ യേശു അല്ല, പത്രോസിന്റെ യേശു അല്ല, റെജിയുടെ യേശു ഉണ്ട്, നിങ്ങളുടെ യേശു ഉണ്ട്, സൂസന്റെ യേശു ഉണ്ട്. നോക്ക്, എന്നെ കേൾക്കുന്ന ഓരോരുത്തർ, ഷീനായുടെ യേശു ഉണ്ട്, എന്റെ യേശു. എനിക്ക് ഹൗ മച്ച് യു നോ ക്രൈസ്റ്റ്. അതോറിറ്റി ഉണ്ട്. നമ്മള് പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്. ആർ യു കണക്റ്റഡ് വിത്ത് ഹിം? ഞാൻ കണക്റ്റഡ് ആണ്. ഞാനൊരു പോലീസുകാരന്റെ യൂണിഫോം ഇട്ടാ ഞാൻ പോലീസുകാരനാവൂ? പോലീസുകാരന്റെ യൂണിഫോം ഇട്ടാ പോലീസുകാരനാകത്തില്ല. പട്ടാളക്കാരന്റെ യൂണിഫോം ഇട്ട് നാളെ അവിടെ മിലിറ്ററി യൂണിറ്റിൽ ചെന്ന ചെവിക്ക് പിടിച്ച് വെളിയിലെടുത്ത് എറിയുകയല്ലേ? അപ്പൊ കണക്റ്റഡ്. Are you connected with him? Submit to God. അവന് കീഴടങ്ങി ഇരുന്നിട്ട് കൽപ്പിക്കാൻ തുടങ്ങി. Get connected with the heavenlies. യേശുവായിട്ട് കണക്റ്റഡ് ആയി. എഴുതിയിരിക്കുന്ന വചനം വിളിച്ചു പറയും. എഴുതിയിരിക്കുന്ന വചനം അതാ കണക്റ്റഡ് ആകുമ്പം വേർഡ് ഓഫ് ഗോഡ് വിൽ കം ഔട്ട് ഇൻ ക്ലാരിറ്റി. എനിക്ക് നിങ്ങൾക്കും വിശ്വാസയോഗ്യമാകുന്ന രീതിയിൽ ദൈവത്തിന്റെ വചനം വിൽ സ്റ്റാർട്ട് പോപ്പിംഗ് അപ്പ്. വീട്ടിലുണ്ട്. വീട്ടിൽ തൊട്ടിട്ടില്ല. ഫോൺ ബില്ലും ഇലക്ട്രിക് ബില്ലും വിശുദ്ധമായിട്ട് വെച്ചിരിക്കുക, പൊടി പിടിച്ചിരിക്കുക. പറയുന്ന പോലെ ഈ വചനം വിശ്വസിച്ച് അത് പറയാൻ തുടങ്ങുമ്പോ അതിന്റെ ശക്തി വെളിപ്പെടും. അതാണ് സ്റ്റാർട്ട് പ്രൊക്ലെയിമിങ്. വിശ്വസിച്ചുകൊണ്ട്, ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. പറയണം. ഒന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ബൈബിള് വായിക്കണം. ബൈബിള് വായിക്കുകയും അത് ധ്യാനിക്കുകയും, ഒരു വചനമാണേലും അന്നന്ന് എനിക്ക് വേണ്ടി ഒരു വചനം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവെ, നീ എന്നോട് നമ്മൾ പ്രസംഗം കേട്ട് അങ്ങനെ പോകാനല്ല വിളിച്ചിരിക്കുന്നത്. പ്രസംഗം കേട്ടു, അതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ദൈവവചനം കേൾക്കുന്ന അതിനാ കുഴപ്പം, ഒരു കുഴപ്പമില്ല ദൈവവചനം. പക്ഷെ ദൈവവചനം കേൾക്കുമ്പോൾ എനിക്ക് ദൈവമക്കളോട് ഒരു കാര്യം കൂടെ പറയാനാണ്. ദൈവവചനം കേൾക്കുന്നത് നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്നതും കൂടെ സ്പഷ്ടമാണ്. നിങ്ങൾ അനുഗ്രഹത്തിന്റെ വചനമാണോ, നന്മയുടെ വചനമാണോ കേൾക്കുന്നത്? അതോ അവൻ എന്നെ പരീക്ഷിച്ച് എന്നെ ശോധന ചെയ്ത് എന്റെ ഇരുട്ടിന്റെ ഞാൻ കടന്നു പോകുന്ന ആ പ്രതിസന്ധി എന്നെ കൂടുതൽ നല്ലവനാക്കാൻ, അത്
എന്റെ പൊന്നെ, എന്റെ കർത്താവ് ആരെയും പരീക്ഷിക്കത്തില്ല കേട്ടോ. ദൈവത്തിന് സ്വന്തം പുത്രനെ തന്നിട്ട് അവനോടുകൂടെ സകലതും സൗജന്യമായിട്ട് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ പരീക്ഷിക്കത്തില്ല. അവൻ ദോഷങ്ങളാൽ അവൻ ക്യാൻസർ തന്ന് ദൈവം ക്യാൻസർ തന്നാണ്. തങ്ങൂറ പറയും ദൈവം തന്നത് തലവേദനയാണ്, വിക്സ് തൂത്താൻ പോകും. പ്രാർത്ഥിച്ച എങ്ങനെയാ ദൈവം തന്നത്? എങ്ങനെയാ വിക്സ് വരട്ടിയാ പോകുന്നത്? ദൈവം തരത്തില്ല. ദോഷങ്ങളാൽ ബോധ്യങ്ങൾ. ദൈവവചനം കേൾക്കുമ്പം യു ഷുഡ് ചൂസ്. നിങ്ങൾ എന്ത് കേൾക്കുന്നു നോക്ക്. ഈ ദൈവവചനത്തിന് എഴുതിയിരിക്കുന്നതിന് വിപരീതമായ ഒരു കാര്യമാണ് പറയുന്നെങ്കിൽ അന്നേരം ഓഫ് ചെയ്തത്. എന്റെ ആത്മീയ വർധനയ്ക്ക് വിരോധമായ അതാ ആ പ്രവാചകൻ ഷീനയോട് 1 മാസത്തിനകം മരിച്ചു പോകുന്ന ആ പ്രോഫിറ്റ് പറഞ്ഞപ്പോൾ ഷീന പറഞ്ഞു, ഇല്ല, യേശു സൗഖ്യം. അതിനെ എന്ത് ചെയ്യരുത്? റിസീവ് ചെയ്യരുത്. ആണോ? അങ്ങനെ കാണിച്ചോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ എപ്പോഴും ചിന്ത ഇനി 1 മാസം, ഇനി 1 മാസമേ ഉള്ളൂ. എന്ത് ചെയ്യരുത്? വേണ്ടിയത് എടുക്കണം, വേണ്ടാത്ത എന്ത് ചെയ്യണം? അത് അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ നമുക്കറിയത്തില്ല. ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പറയും, അന്ന് ഈ സുവിശേഷത്തിന്റെ ട്രൂ ഗോസ്പൽ കേൾക്കാൻ നമുക്ക് വലിയ ഭാഗ്യം കിട്ടും. അത് എപ്പോഴും പറയും ശരിക്കുള്ളത്. നോക്ക്, ഇതിൻ്റെ അകത്ത് വളഞ്ഞ വഴി, ഇതിനകത്ത് ക്വസ്റ്റ്യൻ മാർക്കും ഒന്നും ഇടാതെ, 1 സത്യസുവിശേഷം, 2 എന്നാ പറയുക, സിംപ്ലിസിറ്റി ഓഫ് ഗോസ്പൽ. സിമ്പിൾ ഗോസ്പൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. യു ഹാവ് ടു വാക്ക് വിത്ത് ജീസസ്. കർത്താവുമായിട്ട് ഡേ ടു ഡേ കണക്ഷൻ കാണണം. ഒറ്റ ദിവസമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. കർത്താവിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ സിമ്പിൾ. ഇതിനെ ഒത്തിരി ഭയങ്കര ഈ തിയോളജിയൊക്കെ കൊണ്ടുവന്ന് ഇതിനെ അങ്ങ് മൂടാതെ, വലിയ തിയോളജിയൊക്കെ കൊണ്ടുവന്ന് മൂടാതെ, ആ സിമ്പിൾ ഹാർട്ടിൽ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ, ഓരോ ദിവസവും ആ കർത്താവിന്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് പോകാൻ, അത് അത്രയും സ്വീറ്റ് ആയിട്ട് വേറെ വല്ലതും ഉണ്ടോ? ദാറ്റ്സ് എ സ്വീറ്റ്നെസ് ഓഫ് ഇറ്റ്. ഈ ഗോസ്പലിന്റെ ഏറ്റവും സ്വീറ്റ്നെസ് അത്. അപ്പോൾ തന്നെ എനിക്ക് അധികാരമുണ്ട്. അധികാരമുള്ള ആർക്കാ? കണക്റ്റഡ് ആയിട്ടുള്ളവർക്കാ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക്, ഇഫ് യു ആർ നോട്ട് കണക്റ്റഡ്, യൂണിഫോം ഇല്ലാതെ യൂണിഫോം തയ്പ്പിച്ചുകൊണ്ട് പട്ടാളത്തിലോട്ട് പോയാൽ അവിടെ എടുക്കുമോ? അവിടെ എടുക്കത്തില്ല. ഓടിക്കോടുന്നത്. നീ ആരുടെ പിടിച്ച് ജയിലിലൂടെ ഇടും. നീ ഈ യൂണിഫോം അനാവശ്യമായിട്ട് നീ എന്തിനാ ഉപയോഗിച്ചെന്ന് ചോദിച്ച് പിടിച്ച് ജയിലിലൂടെ. അതാ പറ്റിയ സ്കേവായുടെ മക്കൾക്ക് അതാ പറ്റിയത്. ഒന്ന് വായിച്ച ഷീന 19-ാം അധ്യായം. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു. യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. എന്നാൽ നിങ്ങൾ ആർ എന്ന് ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കാൻ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടി. പിന്നെ തുണിയില്ലാതെ ഓടിയ. ഞാൻ പറഞ്ഞത്, യു ആർ കണക്റ്റഡ്, യു സബ്മിറ്റ് ടു ഹിം. കർത്താവിന് സബ്മിറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ അന്നിട്ട് പിശാചിനോട് കൽപ്പിച്ച് അത്ഭുതം നടക്കുന്നതാണ്. എന്റെ നിങ്ങളുടെയും ഏറ്റവും വലിയ ധൈര്യം എന്നാണെന്നറിയോ? യു ആർ പ്രൊട്ടക്റ്റഡ് നോട്ട് ബിക്കോസ് ഹൂ യു ആർ, ഹൂസ് യു ആർ. നിങ്ങൾ ആരുടെ ആണെന്നുള്ളതില്ല കാര്യം. നിങ്ങൾ ആരാണെന്നുള്ളതല്ല കാര്യം. നിങ്ങൾ ആരുടെ വകയാണെന്നുള്ളതാണ് കാര്യം. 2, പ്ലീസ് ഉറപ്പായിരിക്കണം, യു ആർ കവേർഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ഞാൻ ബ്ലഡ് വാഷ്ഡാണ്. കർത്താവിന്റെ രക്തം, കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം, കർത്താവ് എന്റെ മുഴുവൻ പാപങ്ങളെയും എന്റെ കർത്താവ് കഴുകിക്കളഞ്ഞു. യു ആർ ഗാർഡഡ് ബൈ ദ ഏഞ്ചൽസ്. ദൂതന്മാരുടെ കാവലിലാണ്. ഒരു കല്ലിൽ പോലും തട്ടാതെ വണ്ണം തന്റെ ദൂതന്മാരെ കർത്താവ് കൽപ്പിച്ച് അയച്ചിട്ടുണ്ട്. പ്ലീസ്, ഐ എം പ്രൊട്ടക്റ്റഡ് നോട്ട് ബൈ മാൻ, ഐ എം പ്രൊട്ടക്റ്റഡ് ബൈ ദ ഏഞ്ചൽസ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണയിലാണ്. എന്റെ ഏറ്റവും വലിയ ധൈര്യമാണ്. ഐ എം ഗാർഡഡ് ബൈ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വാഗ്ദത്തം എനിക്ക് വേണ്ടിയാണ്. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ ഉറപ്പുണ്ടോ? ഒന്നിനും നിങ്ങളെ തൊടാൻ സാധിക്കത്തില്ല. then the authority will operate through you. നിങ്ങളിലൂടെ അധികാരം ഓപ്പറേറ്റഡ് ആകുന്നത് നിങ്ങൾ കാണും. ചുമ്മാ നമ്മൾ പറഞ്ഞു പോയിട്ട് അധികാരമുണ്ട്, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. യു ഷുഡ് ബി കണക്റ്റഡ് വിത്ത് ഹിം.
ഷുഡ് സബ്മിറ്റ് ടു ഹിം. കർത്താവുമായിട്ട് കൂടുതൽ ആഴത്തിലൊരു ബന്ധം. രാവിലെ ടുഗദർ വിത്ത് ജീസസ് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വൈറ്റ് ഇന്നർ ചേംബർ കേൾക്കുന്നുണ്ട്, അണ്ടർ ദ വിങ്സ് കേൾക്കുന്നുണ്ട്, റൈസ് ആൻഡ് ഷൈനിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന അല്ല. ആർ യു കണക്റ്റഡ് വിത്ത് ഹിം? ഇന്നലത്തെ കൂടുതൽ ഇന്ന് എൻ്റെ യേശുവിനെ കൂടുതൽ അറിയാവോ? am I experiencing him more? കൂടുതൽ കർത്താവിനെ ഞാൻ രുചിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നവരുടെ തല കുനിയത്തില്ല, മനസ്സിലാകുന്നവർ കുറ്റപ്പെടുത്തത്തില്ല. ഒരു പ്രതിസന്ധി കാണുമ്പം അവർ പറയില്ല, ഇതിന്റെ അകത്ത് കർത്താവ് എന്തോ ചെയ്യാൻ പോവുക. God will open a mighty door. മനുഷ്യൻ തുറക്കാത്ത വാതിൽ എന്റെ കർത്താവ് തുറക്കും. ആ നല്ല ഉറപ്പിലും ധൈര്യത്തിലും നടന്നേ ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. എനിക്ക് തന്നിരിക്കുന്ന അധികാരം, ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, എനിക്ക് തന്നിരിക്കുന്ന അധികാരം എനിക്ക് പൊത്തുവരുത്തൽ ജീവിക്കാനല്ല, സകലതിനെയും എൻ്റെ കാൽക്കീഴിലാക്കാനുള്ള അധികാരം. ക്രഷ് ഇറ്റ് അണ്ടർ യുവർ. നിങ്ങളുടെ ഏതാണ് സാമ്പത്തിക വിഷയമാണോ? ഇന്ന് രോഗത്താലാണോ ഭാരപ്പെടുന്നത്? ഇന്ന് മറ്റേതെങ്കിലും ഒരു ഫാമിലി പ്രോബ്ലത്തിൽ ഇരിക്കുകയാണോ? ഇന്നലെ എന്നെ ചിലർ വിളിച്ചിട്ടുണ്ട് കാണാൻ വേണ്ടി, ഫാമിലി പ്രോബ്ലമായി. നോക്ക്, അതിനെല്ലാം കാലിന്റെ കീഴെ മെതിക്കണമെങ്കിൽ യു ഹാവ് ടു സബ്മിറ്റ്. പിന്നെ യുദ്ധമുഖം മാറും. നമ്മൾ പറയല്ലേ, യുദ്ധത്തിന്റെ മുഖം മാറി, യുദ്ധമുഖം മാറും. പിന്നെ യുദ്ധം ഞാനിങ്ങനെ പുറകോട്ടും മാറും. ദൈവവും വിശ്വാസമായിട്ടായിരിക്കും യുദ്ധം. ഡയറക്റ്റാ അടി, പിന്നെ ഡയറക്റ്റാ. മിസൈലൊക്കെ വിടുന്നത് പിന്നെ അവര് ഡയറക്റ്റ് മിസൈലൊക്കെ വിട്ടോളും. നമ്മളൊന്നും, നമ്മളെ ഒരു കാഴ്ചക്കാരനായിട്ട് നമ്മൾ കൈകെട്ടി യുദ്ധമുഖം മാറും. പിശാചും ദൈവവുമായിട്ട്, ഞാനുമായിട്ടല്ല. ഐ എം നോട്ട് ഇൻ ദ ബാറ്റിൽ. ഞാൻ ഇതിൻ്റെ അകത്തില്ല. ഞാനിവിടെ ചുമ്മാ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കത്തേ ഉള്ളൂ. യുദ്ധം യഹോവയ്ക്കുള്ളത് അല്ലേ, നമ്മുടെ അല്ല. ഐ എം നോട്ട് ഇൻ ദ ബാറ്റിൽ. ആ ധൈര്യം ആണ് സബ്മിഷനിലൂടെ നമുക്ക് കിട്ടും. സബ്മിഷനിലൂടെ കിട്ടത്തുള്ളൂ. അത് ഡേ ബൈ ഡേ നമുക്ക് വേണം. എല്ലാ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടില്ല. നമ്മൾ ഈ എല്ലാ കുഴപ്പങ്ങളും ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ആരും നന്നായിട്ടില്ല. പക്ഷെ ഒരു ദിവസം നമ്മൾ നന്നായിട്ടില്ല. തോമസുദ്ധാർ ഇടയ്ക്ക് പറയും, ഒരു പെർഫെക്റ്റ് ബിലീവർ ഇല്ല, ഒരു പെർഫെക്റ്റ് ചർച്ച് ഇല്ല, ഒരു പെർഫെക്റ്റ് പാസ്റ്റർ ഇല്ല. പക്ഷെ നമുക്കൊരു പെർഫെക്റ്റർ ഉണ്ട്. നമ്മളെ ഓരോ ദിവസവും ക്രിസ്തുവിൽ പണിയുന്ന, ഓരോ ദിവസവും നമ്മളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുന്ന. അതിനെന്നാ ചെയ്യേണ്ടത്? കീഴ്പ്പെട്ടാൽ മതി. സമ്മതിക്കണേ, കർത്താവേ ഞാൻ ഭയങ്കര തികഞ്ഞവനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലൽ. ഞാനെല്ലാം എൻ്റെ ചെറുപ്പം മുതൽ എല്ലാം ചെയ്യുന്നുണ്ട്. ഒരാൾ കർത്താവിൻ്റെ അടുത്ത് വന്നല്ലേ, എന്നിട്ട് പറഞ്ഞു ഞാനെല്ലാം പ്രമാണിക്കുന്നു, ന്യായപ്രമാണം അനുസരിക്കുന്നു, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. അവൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്കുള്ളത് മുഴുവൻ കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാം. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ വളരെ ധനവാനായതുകൊണ്ട് തനിക്ക് അനുസരിച്ച് താൻ പ്രയാസപ്പെട്ട് അവൻ ദുഃഖിച്ചു പോയി. ഇപ്പൊ ശിഷ്യന്മാർ ഓർത്തു, അയ്യോ ഇതെന്നാ കണ്ണേ. കർത്താവ് പറയാം, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴലിൽ കൂടെ കടക്കുന്ന, അയ്യോ അങ്ങനെ ഭയങ്കര കുഴപ്പമാണല്ലോ എന്നൊക്കെ ശിഷ്യന്മാർ വിചാരിച്ചു. കർത്താവ് പറയാ, ധനത്തിൽ ആശ്രയിക്കുന്നവർ, ആശ്രയം ദൈവത്തിലായിരിക്കണം, ധനത്തിലല്ല. എനിക്ക് ഉണ്ടെന്ന് പറയുന്ന കാര്യം പോലും നമ്മളെ സഹായിക്കാൻ മേലാത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ഒത്തിരി ഉണ്ടായിരിക്കും, ഇട്ടുമൂടാനുണ്ടായിരിക്കും. പക്ഷെ ഒന്നിലും നമുക്ക് അഹങ്കരിക്കാനില്ല. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു വിശ്വാസം അല്ലേ, നമ്മൾ എന്നെ അഹങ്കരിക്കാൻ ഒന്നിലും നമുക്ക് നമുക്ക് ഉണ്ടെന്ന് പറയുന്ന ഒന്നും ചിലപ്പം നമ്മളെ സഹായിക്കാൻ മേലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും. പക്ഷെ കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഏത് പ്രതികൂലത്തെയും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഞാനല്ലെന്നേ, ദ ബാറ്റിൽ ഈസ് ബിറ്റ്വീൻ സേറ്റൻ ആൻഡ് ഗോഡ്. ആ കർത്താവാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഗോഡ് ഈസ് ഇൻ ദ ബാറ്റിൽ, സോ ഐ വിൽ നോട്ട് വറി. ഞാൻ കാഴ്ചക്കാരനാണ്, ഞാൻ ചുമ്മാ നോക്കി നിൽക്കത്തേ ഉള്ളൂ. സോ അങ്ങനെ ഒരു ജീവിതത്തിലുണ്ട്. ആ സബ്മിഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു ഒന്നിനും കുറവ് വരത്തില്ല. വി ആർ ഗോയിങ് ടു പ്രേ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ആരെയും ഭയപ്പെടരുത്, ഒന്നിനെയും ഭയപ്പെടരുത്. അവരും ഇവരും ചെയ്യുകയാണെന്ന് ആര് എന്ത് വേണേലും ചെയ്തോട്ടെ, പക്ഷേ ഒരു ബാധയും കൂടാരത്തിന് അടുക്കത്തില്ല. ഞാൻ പേടിക്കത്തില്ല. No weapon formed against you will prosper. ഒന്നും ഒരു ഹാനിയും നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തത്തില്ല. യേശു കർത്താവ്. God is in control.
ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്കാ, വീണ്ടും ആവർത്തിച്ചു പറയും, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. സോ ആ ധൈര്യമുണ്ടോ? പോക്കറ്റ് ശൂന്യമാണേലും മെഡിക്കൽ റിപ്പോർട്ട് എതിരാണേലും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഞാനെന്തിനാ പേടിക്കുന്നത്? ഞാൻ ഒരാളുടെ കയ്യിൽ എൻ്റെ ജീവിതം കൊടുത്തിരിക്കുക. ഹി നോസ് എവരിത്തിങ്. ഹി നോസ് ദ എൻഡ് ബിഫോർ ദ ബിഗിനിങ്. എല്ലാം എൻ്റെ കർത്താവിന് നല്ലോണം അറിയാം. സോ എന്നെ വിളിച്ചവൻ എൻ്റെ കാര്യം നോക്കിക്കോളൂ. ഐ വിൽ നോട്ട് വറി. സോ നമുക്കെന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, സ്തോത്രം 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 കർത്താവേ. ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, നടത്തിയ വിധങ്ങൾക്കായിട്ട്, കരുതിയ വിധങ്ങൾക്കായിട്ട്, കൂടെ ഇരുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. കർത്താവിന് കീഴടങ്ങി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പിശാചിന്റെ പദ്ധതികളോട് എതിർത്ത് നിൽക്കുവാൻ, അവന്റെ പ്രവർത്തനങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. കർത്താവിൽ ആശ്രയിച്ച് വചനം പറഞ്ഞുകൊണ്ട്, വചനം എഴുതിയിരിക്കുന്ന വചനം ഞങ്ങളുടെ വായിലൂടെ ഉരുവിടുവാൻ തക്കവണ്ണം, പറയുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ആ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. വചനത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ, ഹല്ലേലൂയ, പിശാചിന്റെ പ്രവൃത്തികളോട് എതിർത്ത് നിൽപ്പാനുള്ള കൃപ ഓരോ ദൈവമക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അസാധാരണ ഒരു ധൈര്യം ആ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ശിഷ്യന്മാരുടെ മേൽ വന്നപ്പോൾ അവർക്ക് ഹല്ലേലൂയ അസാധാരണ ധൈര്യം, അവരുടെ ധൈര്യം കാണാനുണ്ടായിരുന്നു. മറ്റുള്ളവർ നോക്കിയപ്പോൾ അവർ ധൈര്യത്തോടെ ഇറങ്ങി നിൽക്കുന്നത് അവർ കണ്ടു. ഹല്ലേലൂയ. അതുപോലെ നിങ്ങളുടെ പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ, അസമാധാനത്തിന്റെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ ധൈര്യത്തോടെ ആ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, എനിക്കൊന്നും ഭവിക്കത്തില്ല, കർത്താവ് എനിക്ക് തുണയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുവാൻ ഇന്ന് കർത്താവെ മക്കളെ സഹായിക്കണമേ. ഓഫീസിൽ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് തുണയായിരിക്കുന്നുണ്ട്. എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ മുട്ടും മടക്കും, അത്ഭുതങ്ങൾ നടക്കും. അസാധ്യമെന്ന് പറഞ്ഞിരിക്കുന്നത് സാധ്യമാക്കാൻ എന്റെ കർത്താവിന് കഴിയും. ചില കേസൊക്കെ നിങ്ങൾക്ക് വിരോധമായി, നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ കർത്താവ് നിങ്ങൾക്ക് അത് അനുകൂലമാക്കി തീർക്കും എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുക. സകലം നിങ്ങൾക്ക് അനുകൂലമാ. പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടരുത്. ആ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ യോശുവയോട് പറഞ്ഞതുപോലെ കർത്താവിൽ ഉറച്ചൊന്ന് നിന്നാൽ എല്ലാ പ്രതികൂലങ്ങളും നിങ്ങളുടെ കാലിന്റെ കീഴെ ഹല്ലേലൂയ ഹല്ലേലൂയ മടങ്ങും. എല്ലാ മുട്ടും മടങ്ങുന്ന നാമമാണ് നിങ്ങളുടെ വായിലിരിക്കുന്ന. ആ നാമം വിളിച്ചു പറയുമ്പോൾ അസാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടും മടക്കും. രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹാർട്ട് പ്രോബ്ലവുമായിട്ടിരിക്കുന്ന, നെഞ്ചിന്റെ അകത്ത് വേദനയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തന്നെ തൊടുക, ഇപ്പോൾ തന്നെ രോഗി സൗഖ്യമാകുവാൻ കൽപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ കരം ഓരോ മക്കളെയും തൊടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. വി ആർ സബ്മിറ്റിംഗ് ഇൻ ടു യുവർ ഹാൻഡ്സ്. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ എറിഞ്ഞു തരുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നിന്റെ മക്കൾ ഇന്ന് കടന്നു പോകുന്ന എന്ത് വെല്ലുവിളികളാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന പിശാചിന്റെ സകല പ്രവർത്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുകയാണ്. അത് രോഗമാണോ, അത് സാമ്പത്തികമായ വെല്ലുവിളിയാണോ, അതൊരു കുടുംബ പ്രശ്നമാണോ, മറ്റെന്തെങ്കിലും ആണെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അതിനെ ശാസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ, അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായ വെല്ലുവിളികൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, ജപ്തി നടപടികൾ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ വഴികൾ സ്വർഗം തുറക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ദൈവകൃപ നിന്റെ മക്കളുടെ മേൽ വരട്ടെ. അഭിഷേകത്തിലും ശക്തിയിലും കർത്താവ് നിന്റെ മക്കളെ നിറയ്ക്കണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനത്തിന്റെ അകത്ത് അന്തരീക്ഷം മാറട്ടെ. ദൈവികമായ സമാധാനം വീടുകളുടെ ഉള്ളറകളിൽ വാഴട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. അത്ഭുതമാക്കി തീർക്കണമേ കർത്താവെ. വീടുകളെ അവിടുന്ന് തൊടണമേ, കുടുംബങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. ജോയ് എന്നൊരു പേര് എന്നെ കർത്താവ് കാണിക്കുന്നു. ദ ലോർഡ് ഈസ് ടച്ചിങ് യു. യേശുവിന്റെ നാമത്തിൽ ജോയ് നിങ്ങളെ കർത്താവ് തൊടുകയാണ്. അത്ഭുതകരമായ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
പല വ്യക്തികൾ പല കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞു. ഇല്ല, ഗോഡ് ഈസ് ഓപ്പണിംഗ് എ ഡോർ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായൊരു വഴി സ്വർഗം തുറക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മൈ ഫാദർ. നീന എന്ന് പറഞ്ഞ ഒരു സഹോദരിയെ കർത്താവിനെ കാണിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ നീനായ്ക്ക് വേണ്ടി കർത്താവ് ഒരു ജോലിയുടെ വാതിൽ തുറക്കുകയാണ്. വർഷങ്ങളായിട്ട് വരുമാന മാർഗങ്ങൾ അടഞ്ഞു നിൽക്കുന്ന ആ മകളെ കർത്താവ് തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു ജോലി റിലീസാകുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു മൈ ഫാദർ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സബ്മിറ്റ്. കർത്താവിന്റെ കീഴടങ്ങിക്ക്. എന്നിട്ട് പിശാചിന്റെ പ്രവർത്തികളോട് എതിർത്ത് നിൽക്കാൻ തുടങ്ങി. ഓടും, വാലും ചുരുട്ടി ഓടും. അത് കടഭാരാണേലും അത് രോഗമാണേലും അത് എന്നാ വിഷയമാണേലും അത് വാലും ചുരുട്ടി ഓടിയേ പറ്റുന്നത്. പിശാച് ഭയപ്പെടുന്ന ഒരൊറ്റ നാമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമം. അത് വെറുതെ നാട്ടുകാർ പറഞ്ഞാൽ പിശാച് ഭയപ്പെടത്തില്ല. അതല്ലേ അവൻ ചോദിച്ചേ, പൗലോസിനെ അറിയുന്ന യേശുവിനെ അറിയാം, പക്ഷെ നീ ആരാ? പ്രൈസ് നോക്ക്, ആ നല്ല ഉറപ്പുണ്ടായിരിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എത്ര വലിയൊരു ശത്രു യേശുവിന് നിങ്ങൾ കീഴ്പ്പെട്ടോ അത് ഓടാൻ. യു വിൽ നെവർ ബി എ ഫെയിലിയർ ഇൻ യുവർ ലൈഫ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. ഗോഡ് ബ്ലെസ് യു. നാളെ ഞായറാഴ്ചയാണ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ പോകുന്ന ചർച്ചിൽ നിങ്ങൾ കടന്നു പോകണം. നിങ്ങൾ കോഴഞ്ചേരിയിൽ ഞങ്ങൾ രാവിലെ 6:30 ആദ്യത്തെ മീറ്റിംഗ്. സെക്കൻഡ് മീറ്റിംഗ് ഈസ് 10 o'clock. നിങ്ങൾ വരണം. നിങ്ങൾ കോഴഞ്ചേരി അടുത്തൊക്കെ ആണെങ്കിൽ കം. ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യാം. ഒന്നിച്ച് നമുക്ക് ആരാധിക്കാം. ആൻഡ് ഇറ്റ് വിൽ ബി റിഫ്രഷിങ്. നമ്മുടെ പുതുക്കം. ഞാൻ ഓരോ സഭായോഗത്തിൽ കയറി ഇറങ്ങി വരുമ്പം ഞാനൊന്ന് റിഫ്രഷ്ഡ് ആയിട്ടാണ് ഇറങ്ങി വരുന്നത്. പുതിയത് എന്തെങ്കിലുമൊക്കെ കർത്താവിന് പുതിയതായിട്ട് തരാനുണ്ട്. My God is a God of new things, new beginnings. God bless you. Have a wonderful day. God bless you.